വീണ്ടും ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടെ നമ്മുടെ കൺമുമ്പിൽ പൊലിഞ്ഞു പോയിരിക്കുകയാണ്. വിവാഹ നിശ്ചയം, അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം കഴിഞ്ഞ്, നിക്കാഹ് കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെയുള്ള സന്തോഷകരമായ ജീവിതം സ്വപ്നം കണ്ട് തുടങ്ങിയിരുന്ന ആ 19-20 വയസ്സ് മാത്രം പ്രായമുള്ള ആ പൊന്നുമോൾ ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി യാത്രയായിരിക്കുകയാണ്. കാരണമായിട്ട് പറഞ്ഞത്, ഭർത്താവ് പലപ്പോഴും നിനക്ക് നിറമില്ല, ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അത്രേ. സത്യത്തിൽ ഒരു വ്യക്തിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നിറമാണ് എന്ന് ആരുണ്ടാക്കിയതാണ്? കമ്പോളത്തിലെ കുറേ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിറ്റഴിക്കാൻ വേണ്ടി നിങ്ങൾ സുന്ദരിയല്ല, നിങ്ങൾക്ക് സൗന്ദര്യം വർദ്ധിക്കണം, എന്നാലാണ് നിങ്ങളെ കാണാൻ ഭംഗിയുണ്ടാവുക എന്ന കമ്പോള സംസ്കാരത്തിൻ്റെ ഇരകളാക്കി നമ്മുടെ പെൺകുട്ടികളെ മാറ്റുന്നത് ആരാണ്? വെള്ള എന്നത് മാത്രം സൗന്ദര്യത്തിൻ്റെ അടയാളമാക്കി മാറ്റിയത് ആരാണ്? കറുപ്പിന് തീർച്ചയായിട്ടും അഴകുണ്ട്. കറുപ്പോ വെളുപ്പോ എന്നുള്ളതല്ല, ആ മുഖത്ത് വരുന്ന ഒരു പ്രത്യേകമായ ഒരു ദീപ്തമായ ഒരു പ്രകാശമുണ്ട്. അതാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. അത് നല്ല സ്വഭാവമുള്ള ആളുകളിൽ നിന്ന് ഉണ്ടാകുന്ന കാര്യമാണ്. കുറേ വെളുത്ത നിറമുണ്ടായത് കൊണ്ട് സൗന്ദര്യം എന്ന് പറയാൻ പറ്റില്ല. കറുപ്പ് എന്നത് സൗന്ദര്യമില്ല എന്നും പറയാൻ പറ്റില്ല. ഇത് തിരിച്ചറിയാനുള്ളൊരു മാനസികാവസ്ഥയെങ്കിലും വേണം. പിന്നെ കുറേ ആളുകൾ അതിൻ്റെ താഴെ ഈ ചെറിയ 19-ലും 20-ലും കല്യാണം കഴിച്ചത് കൊണ്ടുള്ള പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അതൊരിക്കലും അങ്ങനെ അല്ല. അത് 25-ൽ കല്യാണം കഴിച്ചാലും ആ കല്യാണം കഴിക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ വളരെയധികം മോശപ്പെട്ടൊരവസ്ഥയിലായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അത് വയസ്സിൻ്റെ പ്രശ്നമല്ല. അവിടെ പെൺകുട്ടികളുടെ കല്യാണം എന്ന് പറയുന്നത് ഒരു നല്ല കല്യാണം വന്ന് സെറ്റായാൽ നടത്തുക എന്നുള്ളതാണ്. ഒരുപക്ഷെ കുറേ കാലം കാത്തിരുന്നാൽ, എൻ്റെ പരിചയത്തിലൊക്കെ എത്രയോ അങ്ങനെയുള്ള കല്യാണങ്ങളുണ്ട്. MBBS കഴിഞ്ഞ് ആദ്യം MBBS ഉള്ള ആൾ തന്നെ വേണമെന്ന് വെച്ച് കാത്തിരുന്ന് 5 വർഷം കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞ് അവസാനം 30-ഉം 32-ഉം വയസ്സായ പല പെൺകുട്ടികളുടെയും മാതാപിതാക്കൾ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇനി MBBS വേണ്ട, ഏതെങ്കിലും ഒരു സ്കൂൾ അധ്യാപകനോ എഞ്ചിനീയറോ ആരായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, കല്യാണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ്. പെൺകുട്ടികൾക്ക് അവരുടെ ആ ഒരു ഏജിൻ്റെ ഒരു ഫ്ലറിഷ്നെസ് ഉള്ള ഒരു മനോഹരമായ ഒരു പ്രായമുണ്ട്. 20, 21, 22 അപ്പോഴത്തേക്കും അവരുടെ കല്യാണങ്ങൾ നടക്കുകയാണ് വേണ്ടത്. പക്ഷേ ആരോട് എപ്പോൾ കെട്ടിച്ചു കൊടുക്കുകയാണെങ്കിലും ആ പെൺകുട്ടിയെ പൊന്നുപോലെ നോക്കാൻ കഴിയുന്ന, ആ പെൺകുട്ടിയുടെ സൗന്ദര്യം അതിൻ്റെ പേരിലോ സമ്പത്തിൻ്റെ പേരിലോ സ്വർണത്തിൻ്റെ പേരിലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത നല്ല മനസ്സുള്ള, ഒറ്റവാക്കിൽ പറഞ്ഞാൽ മനുഷ്യർക്കാണ് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്. ഈ 20 വയസ്സുള്ള പെൺകുട്ടിയെ ഒരു ഉമ്മ 20 വർഷക്കാലം പൊന്നുപോലെ വളർത്തിയതാണ് എന്ന് ആ ചെറുപ്പക്കാരൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ആ ഒരു ചെറുപ്പക്കാരനോട് മാത്രമല്ല ഞാൻ പറയുന്നത്, ലോകത്തുള്ള എല്ലാ ചെറുപ്പക്കാരോടുമാണ്. പിന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പെണ്ണ് കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ഇല്ലാത്ത സൗന്ദര്യം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മേക്കപ്പ് ഇട്ട് നിന്ന് അവസാനം നേരിൽ കണ്ടപ്പോൾ ഇതല്ല ഞാൻ കണ്ട പെൺകുട്ടി എന്ന് ചിന്തിച്ചു പോയ ചില അനുഭവങ്ങൾ ചില ചെറുപ്പക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കലും ഇല്ലാത്ത നിറം കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ മായം കലർന്ന ചില ക്രീമുകളൊക്കെ തേച്ച് മിനുക്കി അതെല്ലാം ഇട്ട് പുരുഷന്റെ മുമ്പിൽ വന്നു നിന്ന് അവസാനം ഒറിജിനലി ആ സ്ത്രീയെ, പെൺകുട്ടിയെ കാണുമ്പോൾ അങ്ങനെയൊന്നും അല്ല എന്ന് മനസ്സിലാകുന്ന സമയത്തുണ്ടാകുന്ന ഒരു പ്രത്യേകമായ നിരാശയുണ്ട്. അതിന് നമ്മൾ കാരണക്കാരാവരുത്. എന്താണോ യഥാർത്ഥത്തിൽ ഉള്ള സൗന്ദര്യം അത് മാത്രം കാണിക്കുക. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. നേരത്തെ ഞാൻ പറഞ്ഞു, സൗന്ദര്യം എന്ന് പറയുന്നത് നിറത്തിലല്ല സ്വഭാവത്തിലാണ് എന്ന്. ഇനിയും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവരുത്. ചെറുപ്പക്കാരെല്ലാവരും ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ഒരു ആൺകുട്ടിയാണെങ്കിലും എന്താണോ നിറം അതിനെ സ്നേഹിക്കുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി. ആരും നിർബന്ധിച്ച് ഈ പെൺകുട്ടിയെ തന്നെ ഈ ആൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യക്തിയുടെ ന്യൂനതകളോട് കൂടെ അംഗീകരിക്കുന്ന ഒരു നല്ല മനസ്സാണ് നമുക്ക് വേണ്ടത്. ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ന്യൂനതകൾ കൂടെ ചേർന്നതാണ്. ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ വീക്ക്നെസ്സുകൾ കൂടെ ഉൾച്ചേർന്നതാണ്. എൻ്റെ വീക്ക്നെസ് മാറ്റി നിർത്തി, എൻ്റെ അത്തരം കാര്യങ്ങൾ മാറ്റി നിർത്തി എന്നെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വീക്ക്നെസ് കൂടെ നിങ്ങൾ അംഗീകരിക്കണം. എന്നിട്ട് അത് തിരുത്തിത്തരാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്തിത്തരാം. സ്ത്രീകളെ ബഹുമാനിക്കണം. സ്ത്രീകൾ ആദരിക്കപ്പെടാനുള്ളതാണ്. തോന്നുന്നത് പോലെ തട്ടിക്കളിച്ച്, തോന്നുമ്പോൾ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, നിന്നെ ഞാൻ കൊണ്ടാക്കും, ഞാൻ വേറെ കെട്ടും എന്ന് പറഞ്ഞ് എത്രയോ 4 ചുമരുകൾക്കുള്ളിൽ സങ്കടങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികളുടെ കഥകൾ ഓരോ ആഴ്ചയിലും എത്രയോ എണ്ണം കൺസൾട്ടിംഗ് ടേബിളിൽ വന്ന് അത് അഭിമുഖീകരിക്കുന്ന ഒരു പാവപ്പെട്ട കൗൺസിലറാണ് ഞാൻ. ഒരു പെൺകുട്ടിയെ നിറത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, മറ്റെന്തോ കാര്യങ്ങളുടെ പേരിൽ ചില ആളുകൾ പ്രസവം 1, 2 ഒക്കെ കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ ശരീരത്തിൻ്റെ ഷേപ്പ് മാറുന്നതിൻ്റെ പേരിൽ പോലും നീ പണ്ടത്തെ സൗന്ദര്യമില്ല, എനിക്ക് നിന്നോട് ഇപ്പോൾ അട്രാക്ഷൻ വരുന്നില്ല, ഞാൻ വേറെ എന്തെങ്കിലും നോക്കുകയാണ് എന്ന് പറയുന്ന ആണുങ്ങളുണ്ട്. ഇത് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളോടുള്ള ഒരു സഹോദരൻ്റെ അഭ്യർത്ഥനയായിട്ട് കാണണം. അത്രമാത്രം സഹോദരിമാരുടെ വേദനകൾ ഞാൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് കൺസൾട്ടിങ് അനുഭവങ്ങളിലൂടെ.
ഒരു പെൺകുട്ടി അവരുടെ ഷേപ്പിൻ്റെ ആ പെൺകുട്ടിയുടെ ഷേപ്പ് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിന് ജന്മം നൽകിയതിൻ്റെ പേരിൽ, നമ്മുടെ കുഞ്ഞിനെ 8 മാസം 9 മാസം വയറിൽ കൊണ്ടു നടന്ന് നൊന്തു പ്രസവിച്ചതിൻ്റെ പേരിലാണ് അവിടെ ആ ബോഡിയിൽ ഷേപ്പ് മാറിയത്. അതിനെ കുറ്റം പറയരുത്. ബോഡിയിൽ സ്ട്രെച്ച് മാർക്ക് വന്നതിൻ്റെ പേരിൽ, ഷേപ്പ് മാറിയതിൻ്റെ പേരിൽ അതിനൊന്നും സ്ത്രീകളോട് കയർത്ത് സംസാരിക്കുന്ന ഒരു പ്രത്യേകമായ രീതിയിൽ തരം താഴ്ത്തി സംസാരിക്കുന്ന ഒരു നിലപാട് ഒരിക്കലും ഉണ്ടായിപ്പോകരുത്. പ്രസവിച്ച് വരുന്ന ഒരു സ്ത്രീയെ ബഹുമാനിക്കാൻ, എനിക്ക് രണ്ട് മുത്തുമണികളായ മക്കളെ തന്നത് നീയല്ലേ, നിന്റെ ശരീരത്തിൽ എന്ത് പാടുകളുണ്ടായാലും എന്തൊക്കെ ഷേപ്പ് മാറിയാലും എൻ്റെ കുഞ്ഞുങ്ങളുടെ ഉമ്മ നീയാണ്, അമ്മ നീയാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. നിറത്തിൻ്റെ പേരിലല്ല, സൗന്ദര്യത്തിൻ്റെ പേരിലല്ല, മനുഷ്യൻ്റെ സ്വഭാവങ്ങളുടെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്ന ഒരു നല്ല നാളെ ഉണ്ടാക്കാൻ ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടിക്കും അപകടം ഇല്ലാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് ശ്രമിക്കാം. പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിടുന്ന മാതാപിതാക്കൾ, നിങ്ങൾ പൊന്നുപോലെ വളർത്തി ആ പൊന്നുമകളെ കെട്ടിച്ചു വിടുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ്റെ സ്വഭാവം എന്താണ്, ശൈലികൾ എന്താണ്, ആഡംബരത്തോടെ കൂട്ടുകാരുടെ കൂടെ തല്ലിപ്പൊളിയായി നടക്കുന്ന ടീംസാണോ, അതല്ല വല്ല ലഹരിക്കും അടിമപ്പെട്ടവരാണോ, ഫാൾസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കൺസെപ്റ്റിന് അടിമപ്പെട്ടവരാണോ, ഇതെല്ലാം അന്വേഷിച്ച് നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന പൊന്നുമോളെ ഇനിയും വളർത്താൻ കഴിയുമെന്ന് ഉറപ്പുള്ള നല്ല കരങ്ങളെ ആത്മാർത്ഥമായി, അതിന് എത്ര ആഴ്ചകൾ എടുത്താലും കുഴപ്പമില്ല, അന്വേഷണങ്ങൾ പൂർണ്ണമായും നടത്തി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നന്മയാണ് എന്ന് പൂർണ്ണമായും ബോധ്യപ്പെടുത്തി അങ്ങനെയുള്ള ആളുകളിലേക്ക് മാത്രം നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ പെൺകുട്ടികളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇനി ഒരു പെൺകുട്ടിയും ഇത്തരം കാര്യങ്ങളുടെ പേരിൽ വേദനിക്കാതിരിക്കട്ടെ.